ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെയും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇന്ന് നമ്മുടെ ഗീതുമോൾക്ക് സ്കൂളുള്ള ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ കാണുന്നത്. പിന്നെ നമ്മുടെ ഗീതുമോളുടെ അച്ഛൻ തിരിച്ച് ഗൾഫിലേക്ക് പോണതിൻ്റെ 2 ദിവസം മുൻപായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം നമുക്ക് തിരക്കുള്ള ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കാലത്ത് തന്നെ അത് ഞാൻ എണീറ്റ് നമുക്ക് ഇന്ന് ഉപ്പേരിക്ക് ഗീതുമോൾക്ക് കൊടുത്തയക്കുന്നത് കൂർക്കയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തലേദിവസം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായി കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിനി അടുത്തതായിട്ട് ചോറ് വയ്ക്കാം. അപ്പോൾ ചോറ് വയ്ക്കാൻ തലേ ദിവസത്തെ കുറച്ച് ചോറ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഈ ഒരു പാത്രമൊക്കെ കഴുകി പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതേ പാത്രം ഞാൻ വേഗം പിന്നെ ഗ്യാസിൻ്റെ മേലേക്ക് വെച്ചിട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ വേഗം അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടല്ലേ വേണ്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഉണ്ണി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം അച്ഛനുള്ളത് കൊണ്ട് അച്ഛൻ്റെ അടുത്ത് കിടന്നുറങ്ങും കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് കാലത്ത് ചായക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ മാവൊക്കെ അതേ തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് പുളിച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മാവ് അരച്ചത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മസാലയിലേക്കുള്ള ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, സബോള, പച്ചമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ആദ്യം ഉരുളൻകിഴങ്ങ് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂർക്കയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ ചോറിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് അരിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നന്നാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഞാൻ ചെറുതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉരുളൻകിഴങ്ങ് മാത്രം വേവിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ വഴറ്റിയിട്ട് ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളത് സബോളയൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്ക് ഇവിടെ അരിഞ്ഞ് മാറ്റി വയ്ക്കണമെങ്കിൽ എളുപ്പത്തിൽ ഓരോന്നോരോന്നായി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റും ഒക്കെ ഞാൻ അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ കൂർക്കൊക്കെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള താളിപ്പിനുള്ള നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ നന്നാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ നന്നാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അത് ഉണ്ണി എണീറ്റിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആളെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയുടെ മുടി പിടിച്ച് വലിക്കുക, അതേപോലെ തന്നെ അടിക്കുക, ഇതൊക്കെയാണ് ആളുടെ മെയിനായിട്ടുള്ള പണി. എണീറ്റ് കഴിഞ്ഞ് ആൾ ഇതേപോലെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആദ്യം നമ്മൾ തന്നെ സൗണ്ട് ഉണ്ടാക്കി വിളിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആൾ കട്ടിലിൻ്റെ അറ്റത്തേക്കൊക്കെ നിരങ്ങിയിട്ട് വരാറുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ ആൾ. അങ്ങനെ പിന്നെ ഞാൻ മോളേനെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പല്ല് തേക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ പുറത്ത് വന്നിട്ടാണ് കേട്ടോ പല്ല് തേക്കുന്നത്. അങ്ങനെ പുറത്താണെങ്കിൽ കാലത്ത് നല്ല കിളികളുടെയും കാക്കകളുടെയും അതേപോലെ തന്നെ അണ്ണാണിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ആളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം കുറച്ച് വെള്ളം എടുത്തിട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് പിന്നെ ഉണ്ണീനെ അച്ഛൻ്റെ അടുത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ പിന്നെ പാപ്പ് കൊടുക്കലും ഉറക്കലും ഒക്കെ ചെയ്തോളും. അങ്ങനെ അച്ഛൻ കൊടുക്കുമ്പോൾ അങ്ങനെ കരച്ചലോ അല്ലെങ്കിൽ വാശി പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് പാപ്പൊക്കെ കഴിച്ചിട്ട് പിന്നെ അച്ഛൻ തന്നെയാണ് കേട്ടോ കിടത്തി കാലത്ത് ഉറക്കമൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ ഉണ്ണീനിക്കുള്ള പാപ്പൊക്കെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവരും മറത്തിരുന്നിട്ട് അത് കഴിക്കണ്ടേ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂർക്കയായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ താളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാനൊക്കെ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ദോശമാവിന് ഞാൻ കുറച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുഴുവനായിട്ട് ഇതിലേക്ക് ഉപ്പൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഇതേപോലെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ദാഹത്തിനുള്ള ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാറുണ്ട് ചെയ്യാറ്. അങ്ങനെ ഉപ്പൊക്കെ കലക്കിയിട്ട് ഒരു സൈഡിൽ ഞാൻ ദോശയും ചുടുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഉപ്പേരിക്കുള്ള സംഭവങ്ങളാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഇടിച്ച മുളകും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയിട്ട് നമ്മുടെ കൂർക്ക വേവിച്ചതും കൂടി ഉണ്ടല്ലോ അതിട്ടിട്ട് പിന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് കേട്ടോ. പിന്നെ ഇതിവിടെ ഗീതുമോൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഗീതുമോൾക്ക് മാത്രമല്ല എനിക്കും പിന്നെ ഗീതുമോളുടെ അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ ഉപ്പേരിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അടുത്തായിട്ട് തന്നെ ഞാൻ വേഗത ഓരോരോ ദോശ ഇതുപോലെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ
ആദ്യത്തെ ദോശ ഇതേ ചുട്ട് കഴിഞ്ഞപ്പോൾ ചൂടാറിയപ്പോൾ ആദ്യം ഞാനൊന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കയ്യിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ കയ്യിൽ കൊടുത്ത് കഴിഞ്ഞാൽ ആൾ തന്നെ കഴിക്കും. പിന്നെ നമുക്ക് കഴിക്കണില്ല എന്ന് തോന്നി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും എടുക്കുമ്പോൾ ബുദ്ധിമുട്ടും പണികളുള്ളപ്പോൾ ഞാൻ വേഗം പിന്നെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അച്ഛനാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ ചോറായിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മസാലയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഇത് അച്ഛൻ പാപ്പൊക്കെ കൊടുത്തിട്ട് ഉണ്ണീനെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് ഇന്ന് നമുക്ക് കറിക്കുള്ളത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ കറിക്ക് ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത് മുരിങ്ങയിലയും അതേപോലെ തന്നെ ചക്കക്കുരും പരിപ്പിട്ടിട്ട് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഞാൻ പിന്നെ ഉണ്ണീനെ എടുത്ത ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം നന്നാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പൊക്കെ അത് ആവശ്യത്തിനുള്ളത് കുക്കറിലിട്ടിട്ട് കഴുകിയെടുക്കാണ്ട് ചെയ്തിട്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ മുരിങ്ങയിലും ചക്കക്കുരും ഒരുമിച്ചിട്ട് കഴുകിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരൊറ്റ കുക്കറിൽ ഇട്ടിട്ടാണ് ചെയ്യാറ്. സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നും വേവിക്കാറില്ല. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവാറുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വേവിക്കുമ്പോൾ ചിലർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഭവം നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരൊറ്റ വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ കാര്യം കഴിയും കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനും പിന്നെ ഗീതുമോളുടെ കുളി അതേപോലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗതയെ മുടിയൊക്കെ കെട്ടി കൊടുത്ത് കണ്ണ് എഴുതി പൊട്ട് കൊടുത്തിട്ട് ഗീതുമോളിനെ ഒരുക്കിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗീതുമോൾക്ക് ഇന്ന് കറി കൊണ്ടുപോകണം. അതിനുള്ള തേങ്ങയൊക്കെ ഞാൻ വേഗം അരച്ചിട്ട് നമ്മുടെ ഈ ഒരു കുക്കറിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ നമ്മുടെ അവിടെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗീതുമോൾക്ക് ഇപ്പോൾ ചോറ് കൊണ്ടുപോകാറുണ്ട് ഡെയിലി. അപ്പോൾ ചോറ് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറാക്കി കൊടുത്തു. പിന്നെ കടുമാങ്ങയുടെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മാങ്ങ വേണ്ട, ചാറ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാറ് കുറച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ കൂർക്കപ്പേരിയും വെച്ചിട്ട് നമ്മുടെ ചോറ്റുപാത്രം ഇവിടെ അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിട്ട് ഞാൻ ഉണ്ണീനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാലൊക്കെ ഉണ്ട് കാണുന്നത്. പിന്നെ കറി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുപ്പിയിലാക്കിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറും കറിയും ഒക്കെ ആക്കി കൊടുത്തിട്ട് പിന്നെ വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് ഗീതുമോളെ ഇപ്പോൾ അച്ഛനാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗൾഫിലേക്ക് പോകണതിൻ്റെ 2 ദിവസം മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ച കേട്ടോ. അങ്ങനെ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഗീതുമോളനൊക്കെ കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് ചായ കുടിക്കേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും അതേപോലെ തന്നെ മസാല ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തലേ ദിവസത്തെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അത് കൂട്ടിയിട്ട് പിന്നെ അങ്ങനെ കഴിച്ചു. പിന്നെ ഉണ്ണി ഈ നേരത്തെ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ കാലത്ത് ഇന്ന് എനിക്ക് തീരുമാനമായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുക്കളയത്തെ പണിയൊക്കെ ഒരുവിധം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം തീരുമാനമായിട്ട് ചെന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഇപ്പോൾ മരമൊക്കെ വെട്ടിയതുകൊണ്ട് ഭയങ്കര വെയിലാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിലും ഭയങ്കര വെയിലാവും കേട്ടോ. അപ്പോൾ അത്രയും വെയിലാവണ്ട വിചാരിച്ചപ്പോൾ ചെറിയൊരു തണൽ പോലെ ബാക്കിത്തെ മരത്തിൻ്റെ ഒന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം ഡ്രസ്സുകളൊക്കെ കഴുകി അതേപോലെ തോർത്തിടാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടു. സാധാരണയായിട്ടുള്ള അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അച്ചാറും അതേപോലെ തന്നെ ഉപ്പിലിട്ട സംഭവങ്ങൾ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പണികളൊക്കെ വേഗം കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം വേണം ആ ഒരു പണിയിലേക്ക് കടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതേ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാനായിട്ട്. പിന്നെ ഉണ്ടായിരുന്ന വെള്ളം ഗീതുമോൾ സ്കൂളിലേക്ക് കൊണ്ടുപോയി പിന്നെ നമ്മളൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഉണ്ണീനെ അച്ഛൻ ഉറക്കിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാനില്ലെങ്കിൽ മാങ്ങ ഉണക്കിയിട്ട് കൊണ്ടുപോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഡാർക്കായിട്ട് കിടക്കുന്നത് കുറച്ച് മുന്നേ നമ്മൾ ഉണക്കിയതാണ്. പിന്നെ ഇപ്പോൾ ലൈറ്റായിട്ട് കിടക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഉണക്കാനായിട്ട് ഇട്ടെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ അതാണ്. അപ്പോൾ ഇതൊക്കെ ഉണക്കിയിട്ടും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കായിട്ട് പിന്നെ ഞാനിത് വേഗം പോയിട്ട് കുളിച്ച് തിരുമ്മാനുള്ളതൊക്കെ തിരുമ്പിയിട്ട് ഇനി നമുക്ക് അടുത്ത പണികൾ കുറച്ച് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലേക്ക് ഞാനിത് പനിക്കൂർക്ക ഉണ്ടല്ലോ അത് ഇതേപോലെ കുറച്ച് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഉണ്ണിക്കും അതിൽ ഞങ്ങളായാലും ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ അതൊക്കെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണി എണിക്കുമ്പോഴത്തേനും നമുക്ക് കുറുക്കുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കഴിഞ്ഞാൽ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാമല്ലോ. അപ്പോൾ കായ പൊടി വെച്ചിട്ടുള്ള കുറുക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു സ്പൂണിലാണ് കേട്ടോ ഞാൻ അളവ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്പൂണിൽ 1 സ്പൂണ് ഇതേപോലെ ഇടും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കും. പിന്നെ കുറച്ച് നമ്മൾ പനങ്ങൽക്കണ്ടും കൂടി ചേർത്തിട്ടാണ് ഉണ്ണിയുടെ കുറുക്ക് നമ്മൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. വേറെ സാധാരണ ആയിട്ടുള്ള കൽക്കണ്ടോ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഒന്നും ഞാൻ തീരെ ഉപയോഗിക്കാറില്ല. ഈ ഒരു പനങ്കൽക്കണ്ടിൻ്റെ 1-2 പീസൊക്കെ ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുറുക്ക് ഉണ്ടാക്കാറ്.
പിന്നെ ഈ ഒരു കുറുക്കുണ്ടല്ലോ പെട്ടെന്നായി കിട്ടും കേട്ടോ. നമുക്ക് 1-2 മിനിറ്റ് മാത്രം മതി കേട്ടോ. പിന്നെ ഡെയിലി ഞാൻ ഈ ഒരു നേന്ത്രക്കായുടെ കുറുക്കല്ലട്ടോ കൊടുക്കുക. റാഗി അതല്ലാന്നുണ്ടെങ്കിൽ നുറുക്ക് ഗോതമ്പ് അതൊക്കെ വെച്ചിട്ട് ഞാൻ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നും ഒരേ ടൈപ്പ് ആകുമ്പോൾ ചിലപ്പോൾ കഴിക്കാനൊക്കെ മടിയായിരിക്കും. അങ്ങനെ അത് ഞാൻ ചൂടാറാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉണ്ണി എണീറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അച്ചാറിനുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതുപോലെ കുറച്ചധികം നന്നാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അരച്ചിട്ട് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതേ എല്ലാതും നന്നാക്കി വെക്കുകയാണ് കേട്ടോ. ഈ പണികളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ തോന്നുന്നത്. കാരണം 2 ദിവസം കൂടി കഴിഞ്ഞ് നമ്മുടെ ഗീതുമോളുടെ അച്ഛൻ തിരികെ പോവുകയാണല്ലോ. വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. പക്ഷെ തിരികെ പോകുമ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര ടെൻഷനും. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടെൻഷനും വിഷമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോവാണ്ടിരിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ് കേട്ടോ ആൾ പോണത്. ദിവസങ്ങൾ അടുക്കും തോറും ഭയങ്കരമായിട്ട് മനസ്സിന് എന്താ പറയുക ചെറിയ വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ അവസ്ഥ അത്രയ്ക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആൾക്ക് പോയേ പറ്റുള്ളൂ. പിന്നെ ഇതേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നാക്കി വെച്ചതിന് ശേഷം ഇതേ കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അച്ചാറിടാനായിട്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് ഇതേപോലെ കട്ട് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പോകുമ്പോൾ കൂടുതലായിട്ട് ഇതേപോലെ അച്ചാറിൻ്റെ ഐറ്റംസ് ഉപ്പിലിട്ടത്, അതേപോലെ തന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ ബീഫ്, പോർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ മാങ്ങ തലേ ദിവസം അരിഞ്ഞിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തിരുമ്മിയിട്ട് ഫ്രിഡ്ജിൽ തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും രണ്ടും കൂടി ഒരുമിച്ചിട്ട് അങ്ങനെ അച്ചാറിടാന്ന്. അപ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ രണ്ടും ഒരേ ടൈമിൽ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ നമുക്ക് കുറച്ചധികം പണികളുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരയണമെന്നൊന്നുമില്ല, പിന്നെ വെള്ളമൊന്നും ചേർക്കാറില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഇത് ആദ്യത്തെ ഉരുളിയിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ടും പിന്നെ അപ്പുറത്തേക്കും ഞാൻ മാങ്ങയുടെ മിക്സിയിലേക്കും കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നൊക്കെ മൂത്ത് രണ്ടും ഞാൻ ഒരേ ടൈമിൽ തന്നെയാണ് ചെയ്യുന്നത്. മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ടെടുക്കാം കേട്ടോ. ഇവിടെ ഗീതുമോളുടെ അച്ഛന് എത്ര കറിവേപ്പില ഇട്ടാലും അത്രയ്ക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പില ഇട്ട് പിന്നെ അതിലേക്ക് ഞാൻ പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവപ്പൊടി, പിന്നെ കായപ്പൊടി, മുളക് പൊടി, സാധാരണ നമ്മൾ അച്ചാറിടുന്ന പോലെ തന്നെ അങ്ങനെയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില സമയത്ത് ഉലുവ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ ഇപ്രാവശ്യം ഉലുവ പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. പിന്നെ ഓൾറെഡി നമ്മൾ ഇതിൽ കൂട്ടിൽ നമ്മൾ മുളക് അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു മുളക് പൊടിയുടെ കുത്ത് ഒരു മണമൊക്കെ മാറി നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരിയുടെ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ അച്ചാറിൽ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ അച്ചാറിൽ ആദ്യം തിരുമ്മി വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ളത് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്നിലേക്ക് ഈ ഒരു നാരങ്ങ ഇട്ട് കൊടുക്കുക. അപ്പുറത്തെ ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അങ്ങനെ അച്ചാറിൻ്റെ പണികളൊക്കെ 1, 2, 3 ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇനി പുളിഞ്ചി ഉണ്ടാക്കണം, അതേപോലെ തന്നെ വേറെ 1, 2 അച്ചാറുകളൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പണികളൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം അടുത്ത പണികളൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് ഇന്നത്തെ ഒരു എന്താ പറയുക വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം പണീൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ട്രൈപോഡും ഫോണും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒരു വിധങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അച്ചാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ചിലപ്പോൾ നേരെയുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു നാരങ്ങ ഉണ്ടല്ലോ ഉപ്പിലിട്ടിട്ടാണ് ചെയ്യാറ്. അതാകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കയ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഇനി കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോഴാണ് ഇതിന് നാരങ്ങയുടെ തൊലിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ആ ഒരു കയ്പൊക്കെ മാറിയിട്ട് കഴിക്കാനായിട്ട് നല്ല രസം ഉണ്ടാവും. പിന്നെ ഇതേ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ കറണ്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കൽ പിന്നെ അങ്ങനെ നിർത്തി. എന്നിട്ട് അപ്പോഴത്തേക്കും പിന്നെ കറണ്ട് പോയ സമയം നോക്കിയിട്ട് തന്നെ നമ്മുടെ ഉണ്ണി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഉണ്ണി ഉണ്ടല്ലോ ഉറങ്ങി എണീക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഒന്ന് കുളിപ്പിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ പാപ്പു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ അത്രയും ടൈം പോവല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എണ്ണ തേച്ച് കുളിപ്പിച്ചതിന് ശേഷം നമുക്ക് പാപ്പു കൊടുക്കാമെന്ന്. സാധാരണ ഞാൻ ഇതുപോലെ കുറുക്ക് കൊടുക്കാറ് കുളിക്കിനെക്കാട്ടി മുന്നേ ആയിട്ടാണ് കുറുക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ എണ്ണയൊക്കെ തേച്ച് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ കുളിപ്പിച്ചിട്ട് പിന്നെ ഉറക്കാറ്. പക്ഷെ ഇന്ന് നമുക്ക് ലേറ്റായിട്ടാണ് കേട്ടോ ഉണ്ണി എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ലേറ്റായിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇനി എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ
എണ്ണ തേച്ചിട്ട് അധികം നേരം ഇത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. തലയിൽ കുറച്ച് എണ്ണ തേച്ചു, പിന്നെ മേലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ അങ്ങനെ കുളിപ്പിക്കുകയാണ് ചെയ്തത്. നല്ല വിശക്കുന്ന ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾ ഇതേപോലെ വായൊക്കെ തുറന്ന് കഴിക്കും കേട്ടോ. ഇനി വിശപ്പില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ വായം തുറക്കില്ല, ഇനി കഴിച്ചതൊക്കെ അതേപോലെ തുപ്പി തുപ്പി കളയാണ് കേട്ടോ മെയിനായിട്ടുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ ഉള്ള പണി. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ചധികം ടൈം ഇതേപോലെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇതേ പാപ്പു ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ടൈമിൽ ഇതേപോലെ വല്ല പൂച്ചയോ നായോ കാക്കേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉമ്മാർത്ത് വന്നിട്ട് ഇതേപോലെ ഇരുന്നിട്ട് കഴിക്കണേ. അങ്ങനെ പാപ്പൊക്കെ കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട്. അപ്പോഴത്തേന് പിന്നെ ഇത് ഉണ്ണീനൊക്കെ ഉറക്കി അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് കുടുംബശ്രീയിലേക്ക് പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുടുംബശ്രീയിലൊക്കെ പോയി വന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതേ നമ്മുടെ തുണികളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓരോരുത്തരുടെ തുണികളൊക്കെ ആയിട്ട് ഇതേ മടക്കി ഓരോരുത്തരുടെ സൈഡിലായിട്ട് വെക്കാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാത്രിയിൽ ഊണ് കഴിക്കൽ, മേല് കഴുകൽ, കടയ്ക്ക വിരിച്ചിടൽ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഉറങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം ക്ലിപ്സൊന്നും ഞാൻ വൈകുന്നേരങ്ങളിൽ എടുത്തിട്ടില്ല. ഉച്ച വരെയുള്ളത് ഞാൻ ഏകദേശം എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.